പ്രചരണം ഏതായാലും ചൂട് പിടിച്ച് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നമ്മളെ മഞ്ചേശ്വരത്തേക്കും കാസർഗോട്ടേക്കാണ്. അവിടെ ത്രികോണ പോരാട്ടം അതിൻ്റെ ഒരു മട്ടും മാതിരി സാധാരണ ജില്ലയിലും കടുപ്പത്തിലായിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണവും അതിൻ്റെ ഒരു കാര്യങ്ങളും? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ UDF രണ്ട് ശക്തികളെയാണ് നേരിടുന്നത്. ഒന്ന് BJP നേതൃത്വം കൊടുക്കുന്ന NDA. അവരുടെ മുദ്രാവാക്യമെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന LDF. അവർക്കാണെങ്കിൽ അന്ധമായ കോൺഗ്രസ് വിരോധമാണ്. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം നടക്കുന്നവരും അന്ധമായ കോൺഗ്രസ് വിരോധം പേറി നടക്കുന്നവരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രണ്ടുപേരും ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദറാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, കേരളത്തിലെ 30 മണ്ഡലങ്ങളിൽ NDA വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നമ്മൾ പെരുമ്പാവൂരിന് തൊട്ടടുത്ത് കുന്നത്തുനാടെന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ 1-2 പഞ്ചായത്തിൽ മാത്രം സ്വാധീനമുള്ളൊരു പ്രസ്ഥാനമാണ് 2020. ഈ അടുത്ത കാലത്താണ് 2020 BJPയുടെ ഭാഗമായി മാറിയത്. 19 സീറ്റിലാണ് അവർക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങളിലൊന്ന് ശബരിമലയാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യുവതീ പ്രവേശനത്തിന് ശ്രമിച്ച മാർക്സിസ്റ്റ് പാർട്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പരാജയം സംഭവിച്ചപ്പോൾ അതിന് പശ്ചാത്താപം അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത്. അതും അവർക്ക് വിനയായി മാറി. ഇപ്പം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണങ്ങൾ മോട്ടിച്ചു, വാതിൽപ്പടിയിലെ സ്വർണം മോട്ടിച്ചു, കട്ടിളപ്പടിയിൽ മോട്ടിച്ചു, അവിടുത്തെ ഉപഗ്രഹങ്ങളുടെ മുഴുവൻ സ്വർണവും മോട്ടിച്ചു. മോട്ടിച്ചതിന് നേതൃത്വം കൊടുത്ത എല്ലാ മാർക്സിസ്റ്റ് നേതാക്കന്മാരാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്, മുൻ കോന്നി MLA, കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാ മാർക്സിസ്റ്റ് നേതാക്കന്മാരാണ്. ഈ ശബരിമല ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? റാന്നി മണ്ഡലത്തിലാണ്. ആ റാന്നി മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്ന ആരാണ്? 2020 അവിടെ സ്ഥാനാർത്ഥി പോയി, പത്രക്കാർ അയാളെ കണ്ടു, അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമല്ല. ഏതയ്യപ്പൻ എന്തയ്യപ്പൻ, എനിക്ക് വ്യക്തിഹത്യ നടത്താൻ പറ്റില്ല. അപ്പോൾ ശബരിമല വിഷയത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പ്രതി ആരാണ്? ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പ്രതികൾ മാർക്സിസ്റ്റുകാരാണ്. BJP ആ മാർക്സിസ്റ്റുകാരെ സഹായിക്കാനാണ് 2020 സീറ്റ് കൊടുത്ത്. തൊട്ടടുത്ത് കോന്നി, കഴിഞ്ഞ തവണ അഷ്റഫിനെ തോൽപ്പിക്കാൻ ഹെലികോപ്റ്ററിലാണ് ഇവിടെ വന്ന് നോമിനേഷൻ കൊടുത്തത്. ഇവിടുന്ന് പറന്നു കോന്നിക്ക്. കോന്നിയിൽ സുരേന്ദ്രൻ മത്സരിച്ച ആ മണ്ഡലത്തിൽ ഇത്തവണ BDJS ആണ്. അപ്പോൾ റാന്നി കോന്നി രണ്ടിടത്തും ദുർബലരായ സ്ഥാനാർത്ഥികൾ. ഇവിടെ ഇപ്പോൾ മഞ്ചേശ്വരത്ത് ഒരുപാട് പാർട്ടികളെ ഇവർ നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ്? അഷ്റഫിൻ്റെ ഭൂരിപക്ഷം കുറയാൻ, ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിക്കാൻ. ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്ത് പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്ന് ഈ മഞ്ചേശ്വരം. നിങ്ങൾ വോട്ട് എണ്ണി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്വർണ്ണ കേസ് പ്രൊസീഡ് ചെയ്തിരുന്നെങ്കിൽ അകത്ത് പോകുന്ന 2 പേരാണ്. പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, ഇപ്പോൾ മത്സരിക്കുന്ന ആരാ? നമ്മുടെ ഏറ്റുമാനൂർ വാസവൻ മന്ത്രി. അവർ 2 പേരും അകത്ത് പോകേണ്ടവരാ. ആ ഏറ്റുമാനൂർ നമ്മുടെ ദേവസ്വം മന്ത്രിക്കെതിരെ കൊടുത്തിരിക്കുന്ന 2020യുടെ സ്ഥാനാർത്ഥികൾ പലരും സീരിയൽ നടികളാണ്, സിനിമാ താരങ്ങളാണ്. അവരെല്ലാം നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴറിയുന്നു വോട്ടർ പട്ടികയിൽ പേരില്ല. എന്തൊരു അപഹാസ്യമാണ്! ഇത്രയും പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കൊടുത്ത് അതിൽ നിരവധി സീറ്റുകളിൽ നോമിനേഷൻ കൊടുക്കാൻ സീരിയൽ നടികളെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ പേര് പോലും വോട്ടർ പട്ടികയിലില്ല. ഇത്രയും വലിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഒരു അന്തർധാര കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നു. ഇവിടെയും കൊടുത്തിരിക്കുന്ന 2020 കാസർഗോഡ് മണ്ഡലത്തിലെ നമ്മുടെ സന്ദീപ് വാര്യർ മത്സരിക്കുന്ന തൃക്കരിപ്പൂരും 2020 അപ്പോൾ 2020 കേരളം എന്താണെന്നറിയില്ല, രാഷ്ട്രീയം എന്താണെന്നറിയില്ല. അപ്പോൾ അവർ ഒരു പ്രാദേശിക പാർട്ടി, ഒരു പഞ്ചായത്തിൽ, ഒരു അസംബ്ലിയിൽ ഒതുങ്ങിയിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയാണ് 19 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന. അതാണ് നമ്മൾ പറഞ്ഞത്, BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലൊരു അന്തർധാരയുണ്ട്. ഇപ്പോൾ നമ്മൾ മഞ്ചേശ്വരം ഒരു പ്രത്യേക സാഹചര്യത്തിലെ മണ്ഡലമാണ് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും.
അവിടെ ഇപ്പോൾ ഇത്തവണത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പം SDP കഴിഞ്ഞ തവണ UDF-ന് ലീഗിന് പിന്തുണ കൊടുത്ത പാർട്ടി അവരിപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതോടുകൂടി കൂടുതൽ ഒരു എന്താ പറയേണ്ടത് വിലയിരുത്തലുകളിലേക്കും മറ്റുമാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി ഐക്യമുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു മലവെള്ളപ്പാച്ചിലാണ്. അവിടെ ഈട്ടിത്തടി നിന്നാൽ, തേക്കിൻ്റെ തടി നിന്നാൽ കടപുഴകി പോകും. അപ്പോൾ മഞ്ചേശ്വരത്ത് അഷ്റഫിനെതിരെ ആര് മത്സരിക്കുന്നു അവരൊക്കെ എത്ര വോട്ട് പിടിച്ചാലും അഷ്റഫ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് അയാൾക്ക് കെട്ടിവെക്കാൻ കാശ് കൊടുത്ത ആരാ? ശിരൂരിൽ നമ്മുടെ അർജുൻ്റെ അമ്മയാണ്. മാത്രമല്ല ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 5 കൊല്ലം MLA ആയി സ്തുത്യർഹമായി പ്രവർത്തിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനായാസമായ ഒരു വിജയമാണ് അദ്ദേഹത്തിനുണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിമുടക്കാൻ ആരെങ്കിലും വന്നു നിന്നാൽ അവർ പിന്തിരിഞ്ഞു പോകുന്നതല്ലാതെ ഒരിക്കലും അഷ്റഫിനെ തോൽപ്പിക്കാനാവില്ല. മഞ്ചേശ്വരത്ത് ഡീലുണ്ടെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ, മുസ്ലിം സമൂഹത്തെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഈ BJP തലപ്പാടി കഴിഞ്ഞിങ്ങോട്ട് വരാത്തത് മുസ്ലിം ലീഗിൻ്റെ ഒരു ദേശീയ ബോധം കൊണ്ടാണ്, ഒരു മതേതര സ്വഭാവം കൊണ്ടാണ്. വർഗീയത ലെവലേശം തൊട്ടുതെറിക്കാത്തൊരു പ്രസ്ഥാനമാണ് ലീഗ്. ഒരു കോട്ട കെട്ടിയിട്ടാണ് BJPയുടെ പ്രവാഹം മംഗലാപുരത്ത് നിന്ന് തലപ്പാടിയിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ BJP കേരളത്തിൽ എവിടെങ്കിലും ജയിച്ചാൽ അതിൻ്റെ അപകടം ഇവിടുത്തെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട മുസൽമാനും ക്രിസ്ത്യാനിക്കും അറിയാം. അതുകൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിക്കാൻ പോകുന്നില്ല. ചില മുസ്ലിം നാമധാരികൾ പല പേരുകളിൽ മത്സരിക്കുന്നു. അതൊന്നും അഷ്റഫിനെ ഇത്തവണ ബാധിക്കില്ല. ഈ ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ നിഗമനങ്ങൾ പറയുകയായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.